മാത്സ്യൂളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് മാത്സ്യൂൾ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് സ്റ്റാൻഡേർഡ് 8-ലെ 8ാം ക്ലാസ്സിലെ മാത്തമാറ്റിക്സിലെ ട്രയാങ്കിൾസ് എന്ന് പറയുന്ന ചാപ്റ്ററിൻ്റെ 2ാമത്തെ ഭാഗമാണ്. ഇതിനു മുമ്പ് ഒരു വീഡിയോ ഇതുമായി ബന്ധപ്പെട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ടെന്നു. അത് കാണാത്ത കുട്ടികളുണ്ടെങ്കിൽ അത് കണ്ടതിന് ശേഷം ഈ വീഡിയോ കാണുന്നത് നിങ്ങൾക്ക് കാര്യങ്ങൾ കൂടുതൽ മനസ്സിലാക്കുന്നതിന് സഹായിക്കും. ഓക്കെ, അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ കാര്യം ട്രയാങ്കിൾ എപ്പോഴാണ് ഈക്വൽ ആവുക, ഈക്വൽ ആയി കഴിഞ്ഞാൽ തന്നെ അതിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് എന്നതായിരുന്നു സൂചിപ്പിച്ചത്. അപ്പോൾ രണ്ട് ത്രികോണങ്ങൾ തുല്യമാകുന്നത് എപ്പോഴെന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതിൻ്റെ സൂചന നൽകാം. ഇവിടെ LMN എന്ന് പറയുന്ന ഒരു ത്രികോണം, XYZ എന്ന് പറയുന്ന മറ്റൊരു ത്രികോണം, ഈ രണ്ട് ത്രികോണവും തുല്യമാണെങ്കിൽ ഈ രണ്ട് ട്രയാങ്കിൾസ് ഈക്വൽ ആണ് എന്ന് നമ്മൾ പറയുന്നത് അവയുടെ ഓരോ സൈഡ്സ് ഈക്വൽ ആവുമ്പോൾ ഈ സൈഡും ഈ സൈഡ് ഈക്വൽ ആവുക, ഈ സൈഡും ഇതും ഈക്വൽ ആവുക, ഈ മൂന്നാമത്തെ സൈഡും ഈക്വൽ ആവുക. അല്ലെങ്കിൽ ഒന്നാമത്തേതും ഇതും ഇപ്പുറത്തെ ആയാലും മതി. അതായത് ഇതിന്റെ മൂന്ന് സൈഡുകൾക്ക് വശങ്ങൾക്ക് തുല്യമായിട്ട് വന്നാൽ നമ്മൾ പറയും രണ്ട് ത്രികോണങ്ങളും തുല്യമാണ്. ഓക്കെ, അത് ഒരു പോയിന്റ്. രണ്ട് ത്രികോണങ്ങൾ തുല്യമായാൽ നമ്മൾ പറയും ആ ത്രികോണങ്ങളിലെ ആംഗിൾസ്, കോണുകൾ തുല്യമാണ്, ഈക്വൽ ആണെന്ന് പറയും. ഈ രണ്ട് പോയിന്റ് ആണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങൾക്ക് സൂചിപ്പിച്ചത്. മറ്റൊരു കാര്യം, ഈക്വൽ ആംഗിള് വരുന്നത് ഈക്വൽ സൈഡ്സിന് ഓപ്പോസിറ്റ് ആണ്. അപ്പോൾ സൈഡ്സ് ഓപ്പോസിറ്റ് ഈക്വൽ ആംഗിള് എന്ന് പറയുന്നത് ഈക്വൽ സൈഡ്സിന് ഓപ്പോസിറ്റ് വരുന്ന ആംഗിൾസ് ഓപ്പോസിറ്റ് ടു ഈക്വൽ സൈഡ്സ് ആർ ഓൾസോ ഈക്വൽ. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവിടെ നോക്കൂ, ഈ സൈഡിന് ഈക്വൽ ആണ് ഈ സൈഡ്. അപ്പൊ ഇതിന് ഓപ്പോസിറ്റ് വരുന്ന ഈ ആംഗിളും ഇതിന് വരുന്ന ഈ ആംഗിളും ഈക്വൽ ആയിരിക്കും. ഈ ഒരു വരയിട്ട ഈ സൈഡിന് തുല്യമാണ് XY. അതുകൊണ്ട് ഇതിന് ഓപ്പോസിറ്റ് വരുന്ന ആംഗിളും ഇതിന് ഓപ്പോസിറ്റ് വരുന്ന ആംഗിളുകളും തുല്യമായിരിക്കും. ഇതൊക്കെയായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത്. ഇനി നമ്മൾ ഇന്നിപ്പോ പുതിയതായിട്ട് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് എന്താണെന്ന് വെച്ചാൽ രണ്ട് ട്രയാങ്കിൾസ് നിങ്ങൾക്ക് ഇവിടെ തന്നിട്ടുണ്ട്, ABC, PQR. ഈ രണ്ട് ത്രികോണങ്ങളും തുല്യമാണോ എന്ന് നമുക്ക് നോക്കാം. അത് നമുക്ക് എങ്ങനെ മനസ്സിലാവും നോക്കിക്കോളൂ. ഇവിടെ ഇപ്പം 7 സെന്റിമീറ്റർ വരച്ചിട്ടുണ്ട്, ഇവിടെ 7 സെന്റിമീറ്റർ വരച്ചിട്ടുണ്ട്. പിന്നെ 20 ഡിഗ്രി ഇങ്ങോട്ട് നമ്മൾ പ്രൊട്രാക്ടർ എടുത്ത് വരച്ചു, 80 ഡിഗ്രി ഇങ്ങോട്ടും വരച്ചു, ഇവിടെയും 20 ഡിഗ്രി വരച്ചു, 80 ഡിഗ്രി വരച്ചു. അപ്പോ ഈ രണ്ട് ട്രയാങ്കിളും ഒരുപോലെ ആയിരിക്കും എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് കാർഡ്ബോർഡിൽ ഈ ത്രികോണത്തിനെ നമ്മൾ വെട്ടിയെടുത്താല്, ഈ ട്രയാങ്കിളിനെ കാർഡ്ബോർഡിൽ നമ്മൾ കട്ട് ചെയ്തെടുത്താല് ഈ കഷണം എടുത്തിട്ട് ഇതിന്റെ മുകളിൽ വെച്ചാൽ കറക്റ്റായി നിൽക്കുമോ എന്നുള്ളതാണ് ചോദ്യം. നിങ്ങൾ ഊഹിച്ചു നോക്കൂ, ഈ 7 സെന്റിമീറ്റർ ഇതിന്റെ മേലെ കറക്റ്റ് ആയിട്ട് വരും. ഇത് 20 ഡിഗ്രിയാണ് ഇതിന്റെ ചെരിവുള്ളത്. ഈ വരയുടെ ചെരിവ് എത്രയാണുള്ളത്? 20 ഡിഗ്രിയാണ്. ഈ വരയുടെ ചെരിവ് 20. അതുകൊണ്ട് ഈ വര ഏതിന്റെ മേലെ വരും? ഇതിന്റെ മേലെ വരും. ഇത് 80 ഡിഗ്രിയാണ് ഇവിടെ നിന്നുള്ള ചെരിവ്, ഇവിടുന്നും 80 ഡിഗ്രി, ഇതും ഇതിന്റെ മേലെ കറക്റ്റ് വെച്ചാലാവും. അപ്പോൾ നമ്മൾക്ക് എന്ത് മനസ്സിലാവും? കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുള്ള 3 വശങ്ങൾ ഈക്വൽ ആയാൽ രണ്ട് ത്രികോണങ്ങൾ തുല്യമാകും എന്ന് പറഞ്ഞതിന് പകരം നമുക്ക് എങ്ങനെ വേണം മാറ്റി പറയാം? രണ്ട് ട്രയാങ്കിൾസിന്റെ 3 സൈഡും നമ്മൾക്ക് കിട്ടണമെന്നില്ല. പക്ഷെ ഒരു സൈഡുകൾ ഈക്വൽ ആണെന്ന് തന്നാല് ആ സൈഡിന്റെ തൊട്ടിട്ട് വരുന്ന രണ്ട് ആംഗിൾസുകൾ ഈക്വൽ ആയാൽ ഈ രണ്ട് ത്രികോണങ്ങളും തുല്യമായിരിക്കും. ഞാൻ ഒന്നും കൂടെ വിശദമാക്കി പറഞ്ഞാല്, ഈ ത്രികോണത്തിന്റെ ഈ വശവും ഈ ഒരു വശവും മാത്രം തുല്യമാവുകയും ആ വശത്തിൽ വരുന്ന ആ സൈഡിൽ വരുന്ന ആംഗിൾസ് ആണ് ഇതും ഈക്വൽ ആവുകയും ചെയ്താല് ഈ രണ്ട് ട്രയാങ്കിൾസും ഈക്വൽ ആയിരിക്കുകയും ചെയ്യും. അതാണ് നമ്മൾ ഇവിടെ ഇന്ന് പറയുന്ന ആദ്യത്തെ കാര്യം. അപ്പൊ ട്രയാങ്കിൾസ് ഈക്വൽ ആണെങ്കിലോ, ത്രികോണങ്ങൾ തുല്യമാണെങ്കിൽ ഈ ആംഗിളിന് ഓപ്പോസിറ്റ് വരുന്ന സൈഡ്സ് ഈക്വൽ ആയിരിക്കും. നോക്കൂ, 20 ഡിഗ്രി ഇതാണെങ്കിൽ ഇതെത്രയായിരിക്കും? ഈ സൈഡ് എത്രയാണോ അത് തന്നെയായിരിക്കും. ഇപ്പൊ ഇത് 3 സെന്റിമീറ്റർ ആണെങ്കിൽ ഈ 20-ന് ഓപ്പോസിറ്റ് വരുന്ന ഈ സൈഡും എത്രയായിരിക്കും? അതേ 3 ആയിരിക്കും വരിക. 4 ആണെങ്കിൽ 4 ആയിരിക്കും വരിക.
80ന് ഓപ്പോസിറ്റ് വരുന്നത് എത്രയാണോ നീളം വരുന്നത് അതേ നീളമാണ് ഈ 80ന് ഓപ്പോസിറ്റ് വരുന്ന ഈ സൈഡും വരിക. ഓക്കെ, ഈ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് ഞാൻ കരുതുകയാണ്. നമ്മൾ ഇപ്പോൾ പറഞ്ഞ ഈ ഐഡിയ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾക്ക് ഈ ഒരു സാമാന്തരികം എന്ന് പറഞ്ഞാൽ പാരലോഗ്രാം, ഈ പാരലോഗ്രത്തിന്റെ ഓപ്പോസിറ്റ് സൈഡ്സ് എതിർവശങ്ങള് തുല്യമാണെന്ന് തെളിയിക്കാൻ കഴിയും. അതായത് ഇത് ഒരു വശവും രണ്ട് കോണുകളും തുല്യമായാൽ രണ്ട് ത്രികോണങ്ങൾ തുല്യമാണ് എന്ന ഐഡിയ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ഈ സാമാന്തരികത്തിന്റെ എതിർവശങ്ങൾ ഇതും ഈക്വല്, ഇതും ഈക്വൽ ആണെന്ന് നമുക്ക് തെളിയിക്കാൻ പറ്റും. അതെങ്ങനെ തെളിയിക്കാൻ പറ്റും? ഇവിടെ രണ്ട് ട്രയാങ്കിൾ ഇല്ല. രണ്ട് ട്രയാങ്കിൾ ഉണ്ടെങ്കിലാണ് രണ്ട് സൈഡുകൾ ഈക്വൽ ആവുക. ഓക്കെ, ഈ രണ്ട് സൈഡും തുല്യമാണെന്ന് തെളിയിക്കാൻ ആ സൈഡുകൾ വരുന്ന ട്രയാങ്കിൾ വേണം, ത്രികോണം വേണം. അതില്ലാത്തത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ ഇങ്ങനെ ഒരു വര വരച്ചിട്ട് നമ്മൾ അവിടെ ഒരു ട്രയാങ്കിൾ ഉണ്ടാക്കുന്നു. നോക്കൂ കുട്ടികളെ, ദാ ഇങ്ങനെ വര വരച്ച എന്തായി? രണ്ട് ട്രയാങ്കിൾ വന്നു. ഈ രണ്ട് ട്രയാങ്കിളും ഈക്വൽ ആണെങ്കിൽ ഈ സൈഡും നമുക്ക് ഈക്വൽ ആണെന്ന് കിട്ടും. എങ്ങനെ നമുക്ക് ഈ രണ്ട് സൈഡ് ഈക്വൽ ആണെന്ന് കിട്ടും? നമുക്ക് നോക്കാം. ഇതൊരു പാരലോഗ്രാം ആണെന്ന് ചോദിച്ച് പറഞ്ഞിട്ടുണ്ട്. ഒരു സാമാന്തരികത്തിന്റെ എതിർവശങ്ങൾ തുല്യമാണ് എന്ന് പറഞ്ഞാല് ഓപ്പോസിറ്റ് സൈഡ്സ് ഓഫ് എ പാരലോഗ്രാം ആർ ഈക്വൽ എന്നാണ് നമ്മൾ വി ഹാവ് ടു പ്രൂവ്, നമുക്ക് തെളിയിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിനെ ഞാൻ പേര് വിളിക്കാം. ABCD എന്ന് നമ്മൾ പേര് വിളിച്ചാല് ഇവിടെ ഒരു ത്രികോണം ഇവിടെ കാണുന്നുണ്ട്, ഒരു ത്രികോണം ഇവിടെ കാണുന്നുണ്ടല്ലോ. ഈ ഒരു ട്രയാങ്കിൾ കാണുന്നു. ഇത് രണ്ട് ഈക്വൽ ആണെന്നാണ് നമ്മൾ തെളിയിക്കാൻ പോകുന്നത്. നോക്കൂ കുട്ടികളെ, ഇത് രണ്ടും പാരലാണെന്ന് നിങ്ങൾക്ക് അറിയാലോ. വൈ? കാരണം നമുക്ക് തന്നിട്ടുണ്ട് ഇതൊരു പാരലോഗ്രാം ആണെന്ന്. അപ്പൊ രണ്ട് സൈഡ്സ് എന്താണ്? പാരലാണ്. അതുകൊണ്ട് നമുക്ക് ഇതാ ഈ ആംഗിളും ഈക്വൽ ആണ്. കാരണം Z മാതിരി വരുന്ന ആംഗിൾ, അതിന് നമ്മൾ പറയാം ഓൾട്ടർനേറ്റ് ആംഗിൾ. ഓക്കെ, അപ്പൊ ഓൾട്ടർനേറ്റ് ആംഗിൾ ഈക്വൽ ആണ് എന്നതിന്റെ പ്രത്യേകത വെച്ചിട്ട് ഈ ആംഗിളും ഈക്വൽ ആണെന്ന് കിട്ടി. അപ്പൊ ഒരു ആംഗിൾ നമുക്ക് കിട്ടി, നമുക്ക് ഈക്വൽ ആണെന്ന് കിട്ടി. ഇനി നോക്കൂ, ഇതാ ഇതും പാരലാണ്, ഇതും സമാന്തരികമായിട്ട് ഇതും സമാന്തരാണ്. അപ്പോ ഇവിടെ കാണുന്ന ഈ ആംഗിളിന് ഈക്വൽ ആണ്. ഏതാംഗിള്? ഈ ആംഗിള്. അതെങ്ങനെ വരല്? ദാ ഈ മോഡൽ വരും. ഈ മോഡൽ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെയാണ് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. എന്ത്? ഓൾട്ടർനേറ്റ് ആംഗിള്, മറുകോണുകൾ തുല്യം. അപ്പൊ അതുകൊണ്ട് ഇതും നമുക്ക് തുല്യം എന്ന് കിട്ടും. നോക്കൂ, ഞാൻ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഇതിനെ ഞാൻ X എന്ന് എഴുതാം, അപ്പോ ഇത് X. ഇതിനെ ഞാൻ Y എന്ന് എഴുതാം, അപ്പോ ഇത് Y. അപ്പൊ എന്തായി? ഒരു വരയുടെ ഇതാ നോക്ക്, ഈ ഒരു വരയില് ഈ ആംഗിള് X ആണ്, ഈ ആംഗിള് എന്താണ്? Y ആണ്. നോക്കൂ, ഈ ആംഗിൾ X ആണ്, ഈ ആംഗിൾ Y ആണ്. അതേപോലെ ഇപ്പുറത്തെ ട്രയാംഗിളിൽ നമുക്ക് എന്ത് പറയാ? നോക്കൂ, ഇപ്പുറത്തെ ട്രയാംഗിൾ നമ്മൾ എടുക്കുകയാണെങ്കിൽ ഒരാംഗിൾ എത്രയാണ്? Y ആണ്. ഇത് നമുക്ക് കിട്ടും Y എന്ന് കിട്ടും. അപ്പോ ഈ ആംഗിൾ നമുക്ക് എത്ര കിട്ടും? നമുക്ക് X എന്ന് ഈ ആംഗിളും കിട്ടും. ഈ ആംഗിള് X. നോക്കൂ, അപ്പോ ഒരു സൈഡിന്റെ ഈ ഒരു വശത്തിന്റെ തൊട്ടിട്ട് വരുന്ന രണ്ട് കോണുകള്, എൻഡിൽ വരുന്ന രണ്ട് ആംഗിളുകള് XY ആണ് ഇവിടെ ഉള്ളത്. ഇവിടെയും എന്താ വരുന്നത്? XY ആണ്. ഈ ഒരു വരയുടെ തൊട്ടിട്ട് തന്നെയാണ് രണ്ട് ആംഗിൾ, താഴോട്ടാണെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോ എന്ത് നമുക്ക് കിട്ടി? ഇനി നമുക്ക് എന്ത് വേണം? ആംഗിൾ തുല്യം എന്ന് കിട്ടി. ഇനി സൈഡ് തുല്യായിരിക്കണം. നോക്കൂ കുട്ടികളെ, ഈ ഒരു സൈഡ്, ശ്രദ്ധിച്ചാൽ ഈ ഒരു സൈഡ് മുകളിലത്തെ ട്രയാംഗിളിലുണ്ട്, താഴത്തെ ട്രയാംഗിളിലുണ്ട്. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും? ഈ സൈഡും നമുക്ക് ഈക്വൽ ആയിട്ട് വന്നു. AC എന്ന് പറയുന്ന സൈഡ് ആർക്ക് ഈക്വൽ? AC എന്ന് പറയുന്ന സൈഡിന് ഈക്വൽ ആണെന്ന് പറയാൻ പറ്റും. അതുകൊണ്ട് ഒരു സൈഡും രണ്ട് ആംഗിളും മറ്റൊരു ത്രികോണത്തിന്റെ, ഈ 1 എന്ന് പറയുന്ന ത്രികോണത്തിന്റെ ഒരു സൈഡും രണ്ട് ആംഗിളുകളും 2 എന്ന് പറയുന്ന ട്രയാംഗിളിന്റെ ത്രികോണത്തിന്റെ XY എന്ന് പറയുന്ന അതേ ആംഗിളിന് ഈക്വൽ ആണ്. അതുകൊണ്ട് ഈ രണ്ട് ത്രികോണങ്ങൾ നമുക്ക് എന്ത് കിട്ടും? തുല്യം എന്ന് കിട്ടും. ത്രികോണങ്ങൾ തുല്യം എന്ന് കിട്ടുക നമുക്ക് എങ്ങനെ എഴുതാം? ട്രയാംഗിള്, ഈ ട്രയാംഗിളിന്റെ പേര് ADC ആണെങ്കിൽ ADCക്ക് തുല്യമായിട്ട് വരുന്നത് ആരാണ്? നോക്ക്, ADC ആയിട്ട് വരുമ്പോ CBA, ട്രയാംഗിള് CBA എന്ന് പറയുന്നത് കിട്ടും. ഓക്കെ, അപ്പോൾ അങ്ങനെ വരുമ്പോ നിങ്ങൾ നോക്കിക്കോളൂ, ഏതെല്ലാം സൈഡ് ഈക്വൽ നോക്കിയാൽ ADക്ക് ഈക്വൽ ഇവിടെ ആരുണ്ട്? CB. കണ്ടോ, ADക്ക് തുല്യം CB എന്ന് പറഞ്ഞാല് ഈ സൈഡ് എതിർവശം തുല്യം എന്ന് കിട്ടി. ഇനി അതേപോലെ
ഡി സി എന്ന് പറയുന്ന സൈഡ്, രണ്ടാമത്തെയും മൂന്നാമത്തെയും ലെറ്റർ ഈ സൈഡ്, അപ്പൊ അത് ആർക്ക് തുല്യം? ബി എ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? എ ബി എന്ന് പറയുന്ന സൈഡിന് അതും നമുക്ക് തുല്യം എന്ന് കിട്ടി. അപ്പൊ നമുക്ക് കിട്ടും DC സമം AB എന്ന് കിട്ടും. കൂടാതെ എന്ത് കിട്ടും? AD ഈക്വൽ ടു BC അല്ലെങ്കിൽ CB എന്ന് കിട്ടും. അപ്പൊ ഇതിൽ നിന്ന് എന്ത് മനസ്സിലായി? എതിർവശങ്ങള് തുല്യമാണെന്ന് കിട്ടി. ഓക്കെ, അപ്പൊ അത് സമാന്തരികത്തിന്റെ ഓപ്പോസിറ്റ് സൈഡ്സ്, പാരലോഗ്രത്തിന്റെ ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വൽ ആണെന്ന് തെളിഞ്ഞു. ഇനി മോറോവർ നമുക്ക് ഒന്നും കൂടെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. നോക്കൂ, ഇവിടെ നമുക്ക് ഈ ത്രികോണത്തിന്റെ ഈ ആംഗിള് എത്രയാണോ അത് തന്നെ ആയിരിക്കും ഈ ആംഗിള്. ആർക്കും പറയാൻ പറ്റുമോ എന്തുകൊണ്ടാന്ന് പറയാൻ പറ്റുമോ? നോക്കൂ കുട്ടികളെ, ഇത് എക്സ്, ഇത് വൈ, എക്സും വൈയും ഈ ആംഗിളും കൂട്ടിയാൽ 150 ആയിരിക്കുമല്ലോ. അപ്പൊ നോക്കിയാൽ എക്സും വൈയും ഈ ആംഗിളും കൂട്ടിയാൽ 150 ആയിരിക്കൂലേ, 180 ആയിരിക്കൂലേ. അപ്പൊ ഇത് രണ്ടും ഈക്വൽ ആവണ്ടേ? മനസ്സിലായിട്ടില്ല? ഞാൻ ഒരു എക്സാമ്പിൾ എടുക്കാം. ഇതിനെ ഞാൻ 30 എന്ന് വിളിക്കാം, ഇതിനെ ഞാൻ 40 എന്ന് വിളിക്കാം. ഓക്കെ, 30 40 ആകുമ്പോൾ ഇത് എത്ര വരും? 70 കഴിച്ച് ബാക്കി 110 വരും. നോക്ക്, ഇതിനെ ഞാൻ എത്ര വിളിക്കാം? 30 എന്ന് വിളിക്കാം. അപ്പൊ ഇതിന് എത്രയായിരിക്കും? 40 ആയിരിക്കും. 40 40 30 30 ഈക്വല്, ഓൾട്ടർനേറ്റ് ആംഗിൾ. അപ്പൊ ഇത് 110, ഇതും നമുക്ക് 110 കിട്ടും. അപ്പൊ നമ്മൾക്ക് എന്ത് പറയാൻ പറ്റും? ഓപ്പോസിറ്റ് വെർട്ടെക്സിലുള്ള ആംഗിൾസും പാരലോഗ്രത്തില് ഈക്വൽ ആയിരിക്കും. അതും വെരി വെരി ഇമ്പോർട്ടന്റ് ആണ്. ആംഗിൾസ് ഇൻ ഓപ്പോസിറ്റ് വെർട്ടെക്സ് ആർ ഓൾസോ ഈക്വൽ ഇൻ എ പാരലോഗ്രാം. മനസ്സിലായില്ലേ? അപ്പൊ ഇതും തുല്യമായിരിക്കും. അതേപോലെ നോക്ക്, ഈ പാരലോഗ്രത്തിന്റെ ഈ ആംഗിള് 30 40 70 ആണ്. ഇതും എത്രയാണ്? 40 30 70 ആണ്. അപ്പോ ഈ ഓപ്പോസിറ്റ് ആംഗിളും എത്രയായിരിക്കും? ഈക്വൽ ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്കൊരു വർക്ക് ഞാനിപ്പോ തന്നാല് നിങ്ങൾക്ക് ഇതിൽ നിന്ന് എന്തൊക്കെ പറയാൻ പറ്റും? നോക്കൂ, ഇത് 5, ഇത് 3 എന്ന് കിട്ടിക്കഴിഞ്ഞാല് നിങ്ങൾക്ക് ഈ സൈഡ് എത്ര എന്ന് പറയാൻ പറ്റും? 3. ഈ സൈഡ് എത്ര എന്ന് പറയാൻ പറ്റും? 5. അതാണ് നമ്മൾ ആദ്യം പറഞ്ഞത്. രണ്ടാമത്തെ കാര്യം, ഈ ആംഗിള് 80 എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ ആംഗിള് നിങ്ങൾക്ക് പറയാൻ പറ്റും 80. ഇത് 80 ആവുമ്പം ഇത് നമുക്ക് കിട്ടും, പാരലൽ ആയതുകൊണ്ട് 100 എന്ന് കിട്ടും. 100 ആവുമ്പം ഇതെത്ര വരും? 100. ഈ രണ്ട് കാര്യമാണ് നമ്മൾ ഈ ഐഡിയ വെച്ചിട്ട് ഒരു വശവും രണ്ട് കോണുകളും തുല്യമായാൽ രണ്ട് ത്രികോണങ്ങൾ തുല്യമായിരിക്കും എന്ന ഐഡിയ ഉപയോഗിച്ചിട്ട് പ്രൂവ് ചെയ്യുന്നത്. നോക്ക്, ഒരു സൈഡും രണ്ട് ആംഗിളും, അതേ സൈഡ് തന്നെ ഇപ്പുറത്തെ ത്രികോണത്തിലും രണ്ട് ആംഗിളും തുല്യം. ഓക്കെ, ഐഡിയ മനസ്സിലായല്ലോ? യെസ്, അതിനകത്തൊരു ക്വസ്റ്റ്യൻ ആണ് നിങ്ങൾക്ക് ചെയ്യുന്നത്. ഒന്നില് 2 ചെറിയ ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻസിൽ 2 ചിത്രം തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് അവിടെ ക്വസ്റ്റ്യൻ കാണാൻ കഴിയും. ഓക്കെ, അതിൽ പറയുന്നത് എന്താണ്? ഈ ത്രികോണത്തിലെ വശങ്ങൾക്ക് തുല്യമായിട്ടുള്ള ഈ ത്രികോണത്തിലെ വശം നമ്മൾ കണ്ടുപിടിക്കണം. ഈ ത്രികോണത്തിലെ വശങ്ങൾക്ക് തുല്യമായിട്ട് ഇതിൽ വരുന്ന വശങ്ങൾ ഏതെന്ന് കണ്ടുപിടിക്കണം. നമുക്ക് തന്നത് എന്താ? നമുക്ക് തന്നിട്ടുള്ളത് നോക്കൂ, ഇത് 3 സെന്റിമീറ്റർ തന്നിട്ടുണ്ട്, ഇത് 3 സെന്റിമീറ്റർ തന്നിട്ടുണ്ട്, ഇത് 30 ഡിഗ്രി 70 ഡിഗ്രി, ഇത് 70 ഡിഗ്രി 30 ഡിഗ്രി. എങ്കിൽ ഏതൊക്കെയാണ് തുല്യം എന്നതാണ്. അപ്പൊ നമുക്ക് ശ്രദ്ധിക്കേണ്ട കാര്യം, കുട്ടികൾ ശ്രദ്ധിക്കുക, അതായത് സൈഡ്സ് തുല്യമാകണമെങ്കിൽ നമ്മൾ ആദ്യം തെളിയിക്കേണ്ടത് ഈ 2 ത്രികോണങ്ങളും തുല്യമാണെന്ന് തെളിയിക്കാൻ പറ്റുമോ നോക്കാം. 2 ത്രികോണങ്ങൾ ഈക്വൽ ആണ്, 2 ട്രയാങ്കിൾസ് ഈക്വൽ ആണെന്ന് നമുക്ക് തെളിയിക്കാൻ കഴിയുമോ എന്ന് നോക്കണം. നോക്കൂ കുട്ടികളെ, ഇവിടെ നോക്ക്, ഈ ഒരു സൈഡ് 3, ഇവിടെയും ഒരു സൈഡ് 3 ഉണ്ട്. ഇവിടെ ആംഗിൾ 30 70 ആണ്, ഇവിടെയുള്ളത് 70 30 തന്നെയുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും ആംഗിൾ മാറിപ്പോയി എന്ന് മാത്രമേ ഉള്ളൂ, ആംഗിൾ തെറ്റില്ല. ഓക്കെ, ആംഗിളിൽ കുറവോ കൂടുതലോ വരുന്നില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഈ ട്രയാങ്കിളും ഈക്വൽ ആണ്. ഏതെല്ലാം ട്രയാങ്കിൾ ഈക്വൽ? സിമ്പിൾ ആണ്. എന്തെല്ലാം എഴുതാൻ പറ്റും? ട്രയാങ്കിള് ABC-യും അതേപോലെ ട്രയാങ്കിള് PQR-ഉം ഈക്വൽ ആണെന്ന് പറയാൻ പറ്റും. അതിന്റെ കാരണം ഓർമ്മിക്കണേ, ഒരു സൈഡും രണ്ടാംഗിളും, ഇവിടെയും ഒരു സൈഡും രണ്ടാംഗിളും രണ്ടിന് തുല്യം. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് നമ്മളോട് ചോദിച്ചിട്ടുള്ളത് ഇതിന്റെ സൈഡിന് ഈക്വൽ ആയിട്ട് ഇത് ഏത് വരുന്നതാണ്. അതിന് നിങ്ങൾക്ക് എളുപ്പത്തിൽ ഒരു കാര്യം ചെയ്യാം. ഇവിടെ 30 70 തന്നിട്ടുണ്ട്. അപ്പൊ മൂന്നാമത്തെ ആംഗിൾ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുമല്ലോ. ഈ 3ഉം കൂട്ടിയാൽ 180 അല്ലേ കിട്ടുക. 70 30 കൂട്ടിയാൽ 100. അപ്പൊ ബാക്കി ഇത് എത്ര കിട്ടും? നമുക്ക് 80 ഡിഗ്രി ഇത് കിട്ടും. ഇത് അതേപോലെ 70 30 കഴിച്ചിട്ട് ഇത് എത്ര കിട്ടും? 80 ഡിഗ്രി ഇത് കിട്ടും. അതെന്തിനാണ് അങ്ങനെ എഴുതുന്നത് ചോദിച്ചാല് അതിന്റെ മറുപടി, നമുക്ക് ഈക്വൽ സൈഡ് എങ്ങനെയാ കിട്ടുക അറിയോ? ഈക്വൽ ആംഗിളിന് ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന സൈഡാണ്. തുല്യ കോണുകൾക്ക് എതിരെ വരുന്നതാണ് തുല്യവശങ്ങൾ. അപ്പൊ എല്ലാ ആംഗിളുകളും കണ്ടുപിടിച്ചാല് നമുക്ക് അതിന് തുല്യമായിട്ടുള്ള
ഓപ്പോസിറ്റ് സൈഡ് കണ്ടുപിടിക്കാം. ഓക്കെ, അങ്ങനെ വരുമ്പം എന്റെ കുട്ടികൾ പറയാം എ ബിക്ക് തുല്യം ആരാണ്? എല്ലാത്തിനും തുല്യം വേണം. എ ബിക്ക് തുല്യം ആര്? 3 സെന്റിമീറ്റർ. എ ബിയുടെ ആംഗിൾ എത്ര? 80. ഇപ്പൊ നമ്മൾ കണ്ടുപിടിച്ചത് 80 ഓപ്പോസിറ്റ് 3. അപ്പൊ ഈ 80 ഓപ്പോസിറ്റ് ഇതിലിടാം 3. അപ്പൊ നമുക്ക് എന്തെഴുതാം? QR. അല്ലെങ്കിലും എഴുതാം എ ബി 3 QR 3. അപ്പൊ 3 ധൈര്യത്തിൽ എഴുതാം, 3 എഴുതാൻ പറ്റും. ഓക്കെ, അപ്പൊ അത് കിട്ടിയല്ലോ. അതിന്റെ കാരണം ആംഗിൾ സിക്ക് ഓപ്പോസിറ്റ് ആയിട്ട്, ഈക്വൽ ആംഗിളിന് ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന സൈഡ്. ശ്രദ്ധിക്കണം കുട്ടികളെ, വളരെ ഇമ്പോർട്ടന്റ്. രണ്ടാമത്തെ കാര്യം ഇനി നമുക്ക് എഴുതേണ്ടത് ഈ എ ബി, ഇതിന്റെ സൈഡ് ഏതൊക്കെയാണ്? എ ബി, ബി സി, സി എ. 3 സൈഡല്ലേ ഇതിനില്ലേ? അപ്പൊ അതിന് ബി സിക്ക് ഈക്വൽ ആരാന്ന് നോക്കിയാൽ ബി സി എന്ന് പറഞ്ഞ ഈ സൈഡാണ്. ഇതിന് തുല്യമായിട്ട് ഇപ്പുറം ആരുള്ള ചോദ്യം. അപ്പൊ ബി സി എന്ന് പറയുന്ന സൈഡ് ഏത് ആംഗിളിന് ഓപ്പോസിറ്റ് ആണ്? 30 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് ആണ്. അപ്പോ ഈ ത്രികോണത്തില് 30 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് വരുന്ന സൈഡാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. 30 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് ഏതാ വരിക? പി ക്യു. അപ്പൊ ബി സിക്ക് തുല്യം പി ക്യു. കറക്റ്റ് മനസ്സിലാക്കിയിട്ട് എഴുതുക. അപ്പൊ മനസ്സിലായില്ലേ? 30 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് വരുന്നതും ഈ 30 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് വരുന്ന സൈഡും ഈക്വൽ ആയിരിക്കും. അതുകൊണ്ട് അത് കിട്ടി. ഇനി നമുക്ക് ആരാ വേണ്ടത്? സി എ. നോക്ക്, സി എ എന്ന് പറഞ്ഞ ഈ സൈഡ് ഏത് ആംഗിളിന്റെ ഓപ്പോസിറ്റ്? 70 ഡിഗ്രിക്ക്. അങ്ങനെയാണെങ്കിൽ ഇത് സി എക്ക് തുല്യമായിട്ട് വരുന്ന ആരായിരിക്കും? ഇതിലെ 70 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് വരുന്ന സൈഡ് അതാരാണ്? പി ആർ അല്ലെങ്കിൽ ആർ പി. ഒന്നിക്കൽ പി ആർ എന്ന് എഴുതാം, അല്ലെങ്കിൽ ആർ പി. അക്ഷരം അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയാലൊന്നും പ്രശ്നമില്ല, സൈഡിൽ മാറ്റമൊന്നുമില്ല. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് കിട്ടി? 3 സൈഡും കിട്ടി, നമുക്ക് ഫുൾ മാർക്കും കിട്ടി. അപ്പൊ ഐഡിയ മനസ്സിലായല്ലോ? ഓക്കെ, ഇനി അടുത്ത ഇതിലത്തെ എന്തെല്ലാം തുല്യം എന്ന് നോക്കിയാൽ, അപ്പൊ ആദ്യം നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? 2 ആംഗിളാണ് തന്നിന്, മൂന്നാമത്തെ ആംഗിൾ കണ്ടുപിടിക്കാലോ. അപ്പൊ എത്ര? 80 30 110 അതിന്റെ കൂടെ എത്ര കൂട്ടിയാലാണ്? 70 കൂട്ടിയാലല്ലേ 180 കിട്ടുക. അപ്പൊ ഇത് എത്ര കിട്ടും? 70 ഡിഗ്രി. ഓക്കെ, 70 30 ഉണ്ട് ഇവിടെ എത്ര കിട്ടും? 80 ഡിഗ്രി. ഓക്കെ, ആദ്യം 3 ആംഗിളും വെറുതെ കണ്ടുപിടിച്ചു കഴിഞ്ഞു. ഇനി നമ്മൾ പറയുന്നത് നോക്കുക, ഈ 2 ഇതിന് തുല്യം ഇപ്പുറം അറിയണമെങ്കിൽ ഈ ത്രികോണവും തുല്യായിരിക്കണം, ഈക്വൽ ആയിരിക്കണം 2 ട്രയാങ്കിളും. അതിന്റെ കണ്ടീഷൻ നോക്കുക നമുക്ക്. ഒരു സൈഡ് മാത്രമേ ഇവിടെ തന്നിട്ടുള്ളൂ. അപ്പൊ ഒരു സൈഡും ഈ ആംഗിൾ നോക്കിയാൽ 30 70. ഇവിടെ നോക്കിയാൽ ഒരു സൈഡ് 3, ആംഗിള് 70 30. കറക്റ്റ്. അപ്പൊ ഇത് നമ്മൾ 70 കണ്ടുപിടിച്ചതാണ് കേട്ടോ, ചോദ്യത്തിൽ തന്നതല്ല, കണ്ടുപിടിച്ചാണ്. അപ്പൊ 30 70 കറക്റ്റ്. അപ്പൊ 3 സെന്റിമീറ്റർ 30 70 ആണ്. അപ്പൊ അത് 2 കറക്റ്റ് ആയിട്ട് എന്തൊക്കെയാ വേണ്ടത്? സൈഡ് 3 സെന്റിമീറ്റർ 2ലുണ്ട്, പിന്നെ 30 ഡിഗ്രി ഉണ്ട്, 70 ഡിഗ്രി ഉണ്ട്. അത് ഏതിലുണ്ട്? ഈ 1ലും ഉണ്ട്, 2ലും ഉണ്ട്. ഒന്നാമത്തെ ട്രയാങ്കിളിലും ഉണ്ട്, അതേപോലെ തന്നെ രണ്ടാമത്തെ ട്രയാങ്കിളിലും ഉണ്ട്. അതുകൊണ്ട് ഈ 2 ട്രയാങ്കിൾ ഈക്വൽ. ഏതല്ല ഈക്വല്? ട്രയാങ്കിൾ എ ബി സിയും അതേപോലെ ഏത് ഈക്വല്? ട്രയാങ്കിൾ പി ക്യു ആറും ഈക്വല്. ഓക്കെ, ട്രയാങ്കിൾ എ ബി സി എന്നൊക്കെ പറയുമ്പോൾ നോക്കിക്കോ, എ ബി സി എന്ന് പറഞ്ഞാൽ 30 ഡിഗ്രി 80 ഡിഗ്രി 70 ഡിഗ്രി ഈ പറയുന്ന രീതിയിലാണ് കറക്റ്റ് വരുന്നതെങ്കിൽ ഇവിടെയും 30 ഡിഗ്രി 70 ഡിഗ്രി 80 ഡിഗ്രി ക്യു പി ആർ എന്നൊക്കെയാണ് ഇവിടെ എഴുതേണ്ടത്. അങ്ങനെ നിങ്ങളൊരു കൺഫ്യൂഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ 2 ത്രികോണങ്ങളുടെ പേരുകൾ എഴുതി വെച്ചത്. ഓക്കെ, ഇനി നമുക്ക് നോക്കാം ഇവിടെ ഈക്വൽ സൈഡ്സ് ഏതെല്ലാം വരുന്നു നോക്കാം നമുക്ക്. ഇതിന്റെ സൈഡ് 3 ആദ്യം എഴുതി വെക്കുക. അപ്പൊ ഏതെല്ലാം ഇതിന്റെ സൈഡ്? എ ബി ഉണ്ട്, ബി സി ഉണ്ട്, സി എ ഉണ്ട്. 3 സൈഡ് ഉണ്ട്. അപ്പൊ എ ബിക്ക് തുല്യം ആര് എന്നാണ് ചോദ്യം. നോക്ക്, എ ബിക്ക് തുല്യമായിട്ട് ഇപ്പുറം ആരാണ്? അപ്പൊ എ ബിക്ക് ഓപ്പോസിറ്റ് ആംഗിൾ നോക്ക്, 70 ഡിഗ്രി. 70 ഡിഗ്രി അല്ലേ? അപ്പൊ ഈ 70 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് ആര്? ആർ ക്യു. അപ്പൊ ആര്? ആർ ക്യു അല്ലെങ്കിൽ ക്യു ആർ. നോക്ക്, ഇതിന്റെ ഒരു വര ഇട്ട ഇതിന്റെ ഒരു വര. ഇനി നോക്ക് അടുത്ത സൈഡ് ബി സി ആണ്. ബി സി കണ്ടുപിടിക്കുക. ബി സി ഇതാ, ബി സിക്ക് എതിരെ വരുന്ന ആംഗിൾ ഏതാണ്? 30 ഡിഗ്രി. അപ്പൊ ഞാൻ 2 സൈഡ് ഇടാം. ബി സിക്ക് 30 ഡിഗ്രിക്ക്, അപ്പൊ 30 ഡിഗ്രിക്ക് എതിരെ വരുന്ന സൈഡ് ഇത്. അതിന്റെ പേരെന്ത്? പി ആർ അല്ലെങ്കിൽ ആർ പി. ഓക്കെ, മൂന്നാമത്തത് സി എ. അത് സിമ്പിൾ ആണ്. സി എ എന്ന് പറഞ്ഞ എത്ര? 3 സെന്റിമീറ്റർ. സി എ 80 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ്. അപ്പൊ 80 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് ആര്? പി ക്യു. അപ്പൊ സി എ ഈക്വൽ ടു പി ക്യു. 2 സൈഡ് കിട്ടിയാൽ നമുക്ക് ഈസി ആയിട്ട് വേറെ ഒന്നും നോക്കാതെ നമുക്ക് മൂന്നാമത്തെ സൈഡ് എഴുതാൻ പറ്റും. അപ്പോ ഇത് നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടാവും എന്ന് കരുതുന്നു. ശ്രദ്ധിക്കുക, 2 ത്രികോണങ്ങളും പറയുന്ന കണ്ടീഷൻ വെച്ചിട്ട് തുല്യം തെളിയിച്ചതിന് ശേഷം മാത്രമാണ്
നമ്മൾ ഈക്വൽ ആംഗിളിന് ഓപ്പോസിറ്റ് ഉള്ള സൈഡുകൾ ഈക്വലിനില്ല തുല്യ കോണിനെതിരെയുള്ള കോണുകൾ തുല്യനില ഐഡിയിലേക്ക് എത്തുന്നത്. ഓക്കെ, മനസ്സിലായല്ലോ. രണ്ടാമത്തെ ചോദ്യം നിങ്ങൾക്ക് അവിടെ വ്യക്തമായിട്ട് ഇംഗ്ലീഷിലും മലയാളത്തിലും കാണാൻ കഴിയുന്നുണ്ട്. ചോദ്യം ഇങ്ങനെയാണ് പറയുന്നത്: ഇത് വശങ്ങളും കോണുകളും തുല്യമായിട്ടുള്ള ഒരു പഞ്ചഭുജമാണ്, അതായത് സൈഡ്സും ആംഗിൾസും ഈക്വൽ ആയിട്ടുള്ള ഒരു പെന്റഗൺ ആണ്. ആ പെന്റഗണിന്റെ രണ്ട് സൈഡ്സ് എക്സ്റ്റെൻഡ് ചെയ്തു. ഈ സൈഡ് ഇങ്ങോട്ട് നീട്ടി, ഈ സൈഡ് ഇങ്ങോട്ട് നീട്ടിയിട്ട് താഴെയുള്ള വരയിൽ ജോയിൻ ആയിട്ടുണ്ട്. താഴെ ഒരു വര വരച്ചപ്പോ അതിന് ഈ സൈഡ് നീടുകയും ഈ സൈഡ് നീടുകയും ജോയിൻ ചെയ്തിട്ട് നമുക്കവിടെ വലിയ ഒരു ട്രയാങ്കിൾ കിട്ടുന്നുണ്ട്. നമ്മൾ ചെയ്യുന്നത് ഈ ട്രയാങ്കിളിന്റെയും സൈഡുകൾ ഈക്വൽ ആണോ, ഈ ട്രയാങ്കിളിന്റെ ഈ സൈഡ് ഇതിന്റെയും സൈഡുകൾ ഈക്വൽ ആണോ, എന്തുകൊണ്ട് എന്നുള്ളതാണ് ആദ്യം നമ്മൾ പഠിക്കുന്ന കാര്യം. രണ്ടാമത് പഠിക്കുന്നത് ഈ നീളവും തുല്യമാണോ, ഈ ത്രികോണത്തിന്റെ വലിയ സൈഡുകൾ രണ്ടെണ്ണം ഇടത്തും വലത്തും ഉള്ളത് ഈക്വൽ ആണോ എന്നുള്ള രണ്ട് കാര്യമാണ് നമ്മളിവിടെ പ്രൂവ് ചെയ്യേണ്ടത്. നമുക്ക് നോക്കാം. ആദ്യം നോക്കുക, ഇതൊരു പെന്റഗൺ ആണെന്ന് തന്നിട്ടുണ്ട്. ഈ ത്രികോണവും തുല്യം നോക്കേണ്ടത്. നോക്കൂ കുട്ടികളെ, ഈ ട്രയാങ്കിളിൽ നിങ്ങൾക്ക് ഈ സൈഡിന് ഈക്വൽ ആണ് ആര്? ഈ സൈഡ്. എന്തുകൊണ്ട്? ഇത് എല്ലാ സൈഡും ഈക്വൽ ആയിട്ടുള്ള പെന്റഗൺ ആണ്. അപ്പൊ ഞാൻ ഇതിന് പേര് കൊടുക്കാം. എ, പേര് കൊടുക്കാം ബി, സി, ഡി, ഇ എന്ന് പേര് കൊടുക്കാം. ഇതിനെ ഞാൻ പി, ക്യു എന്ന് പേര് കൊടുക്കാം. എ, ബി, സി, ഡി, പി, ക്യു എന്നുള്ളത് പേര് കൊടുക്കാം. അപ്പൊ ഞാനിപ്പോ ആദ്യം എഴുതിയത് എ, ഇ എന്ന് പറയുന്ന സൈഡ് ഈ ത്രികോണത്തിലെ ബി, സി എന്ന് പറയുന്ന സൈഡിന് ഈക്വൽ ആണ്. വേറെ ഏതും നമുക്ക് ഈക്വൽ ആണെന്ന് അറിയില്ല. ഇവിടുന്ന് ഇവിടത്തേക്ക് തുല്യാണെന്ന് അറിയില്ല. ഇവിടുന്ന് ഇവിടത്തേക്ക് അതും അറിയില്ല. അപ്പൊ ആ മൂന്ന് സൈഡും ഈക്വൽ ആയതുകൊണ്ട് ത്രികോണങ്ങൾ തുല്യമാണെന്ന് ഒരിക്കലും നമുക്ക് ഇവിടെ പറയാൻ കഴിയില്ല. ഓക്കെ, അപ്പൊ പിന്നെ വേറെ എന്തൊക്കെ ഉണ്ട് നോക്കാം. നോക്കൂ കുട്ടികളെ, ഈ ഒരു ആംഗിള് എത്ര ഉണ്ടാവും അറിയോ? അതായത് സൈഡും ആംഗിളും ഈക്വൽ ആയിട്ടുള്ള പെന്റഗണിന്റെ ഒന്ന് ഓർമ്മിച്ച് വെക്കുന്നത് നല്ലതാണ്. പെന്റഗണിന്റെ ഈച്ച് ആംഗിള് 108 ഡിഗ്രിയാണ്, 108 ഡിഗ്രിയാണ്. മലയാളത്തിൽ പറഞ്ഞാല് പഞ്ചഭുജത്തിന്റെ എല്ലാ സൈഡ് ഈക്വൽ ആയിട്ടില്ല കേട്ടോ. പഞ്ചഭുജത്തിന്റെ ഓരോ കോൺ 108 ഡിഗ്രിയാണ്. അത് കണ്ടിട്ട് നിങ്ങൾ ഞെട്ടണ്ട. എന്തുകൊണ്ട് പറഞ്ഞാല് 5 സൈഡുള്ള ഒരു പെന്റഗൺ നോക്ക്. ഈ 5 സൈഡുള്ള പെന്റഗണെ നമുക്ക് 3 ട്രയാങ്കിൾ ആക്കി മാറ്റാൻ പറ്റും. 1, 2, 3. ഒരു ത്രികോണത്തിന്റെ 3 കോണും ഉള്ളിലുള്ള 3 കോണും കൂട്ടിയ 180 കിട്ടും. രണ്ടാമത്തെ ത്രികോണത്തിന്റെയും ഉള്ളിലുള്ള 3 ആംഗിളും കൂട്ടിയാല് അതും 180. മൂന്നാമത്തെ കൂട്ടിയ 180. അപ്പൊ ആകെ എത്ര വരും? 540 വരും. ഈ സാധനത്തിന്റെ അകത്തുള്ള എല്ലാ കോണും കൂട്ടിയാല് ഇതിന്റെ എല്ലാ ആംഗിളും ഈക്വൽ ആണെന്ന് ഇവിടെ തന്നിട്ടുണ്ട്. ഇവിടെയല്ല, ഇവിടെ തന്നിട്ടുണ്ട്. അപ്പൊ ഈ 540 ഡിഗ്രി 5 ആംഗിൾ ആയിട്ട് മാറുമ്പം 540നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പൊ കിട്ടുന്നതാണ് കുട്ടികളെ നമുക്ക് 108 ഡിഗ്രി. അപ്പൊ ഇത് പഠിച്ചു വെച്ചാല് ഡയറക്റ്റ് ആയിട്ട് അവിടെ എഴുതാം, അല്ലെങ്കിൽ ഇങ്ങനെ കണ്ടുപിടിച്ചിട്ട് നിങ്ങൾ എഴുതി വെക്കണം. അപ്പൊ എ ഈക്വൽ ടു ബി സി എന്ന് കിട്ടി. ഇത് 108 ഡിഗ്രി. അപ്പൊ ഇതും എത്രയായിരിക്കും? നോക്കൂ കുട്ടികളെ, ഇത് 108 ഡിഗ്രി. അപ്പൊ ഇതും എത്ര? 108 ഡിഗ്രി. എല്ലാം 108 ഡിഗ്രി. ഓക്കെ, ഇപ്പുറത്തതും 108 ഡിഗ്രി, ഇപ്പുറത്തതും 108 ഡിഗ്രി. നോക്കൂ കുട്ടികളെ, അപ്പൊ ഇപ്പുറത്തെ ത്രികോണത്തിന്റെയാണ് നമുക്ക് വേണ്ടത്. അപ്പൊ ഇത് 108 ആകുമ്പോൾ ഇപ്പുറം എത്ര ഉണ്ടാവും? 72. എന്താ കാരണം? ഒരു ലീനിയർ പെയർ പഠിച്ചിട്ടുണ്ടാവുമല്ലോ. ഇത് 108 ആവുമ്പോ ഇത് വരുന്നത് 72. കാരണം ഒരു പ്രൊട്രാക്ടറിൽ ആകെ 150 ഡിഗ്രി അല്ലേ ഉണ്ടാവുക. അപ്പൊ 108, 72. ഇത് 108 ആവുമ്പം ഇപ്പുറത്തെ എത്ര കിട്ടി? 72. ഇത് 108 ആവുമ്പം ഈ സൈഡിലെത്തത് 72, ഇതും 72. ഇനി നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ ഈ 2 ട്രയാങ്കിൾ നമ്മൾ എടുത്താല്, അതായത് ഈ ട്രയാങ്കിളിന് ഞാൻ പേര് കൊടുക്കാം ട്രയാങ്കിൾ എ ഇ പിയും
ഇപ്പുറത്തെ ട്രയാങ്കിള് ആംഗിള് BCQ എടുത്താല് നോക്കൂ കുട്ടികളെ, ഈ രണ്ട് ട്രയാങ്കിൾ എടുത്തു കഴിഞ്ഞാല് AE എന്ന് പറയുന്ന സൈഡ് ആർക്ക് തുല്യം എഴുതി? BCക്ക് തുല്യം എഴുതി. കറക്റ്റ്. പിന്നെ നമുക്ക് എന്ത് എഴുതാം? ആംഗിൾ E എന്ന് പറയുന്ന ഈ ആംഗിള്, ഇപ്പുറത്തെ ആംഗിൾ എത്ര? 72 ഡിഗ്രിയാണ്. ആംഗിൾ ഇതെത്രയാണ്? ആംഗിൾ സിയും 72 ഡിഗ്രിയാണ്. അതേമാതിരി ആംഗിള് A, ഇതാ ഈ ആംഗിള് A, അതേപോലെ ആംഗിൾ B എടുത്താൽ അതും എത്രയാണ്? 72 ഡിഗ്രി. നോക്കൂ കുട്ടികളെ, ഒരു സൈഡ് മറ്റൊരു സൈഡിന് ഈക്വൽ. ഇതിലത്തെ ഒരാംഗിള്, ഈ ത്രികോണത്തിലത്തെ ഒരാംഗിള് ഈ ത്രികോണത്തിലെ വേറൊരു ആംഗിളിന് ഈക്വൽ. ഈ ത്രികോണത്തിലെ മറ്റേ ആംഗിള് ഈ ത്രികോണത്തിലെ മറ്റേ ആംഗിളിന് ഈക്വൽ ആയാല് ഈ രണ്ട് ട്രയാംഗിളും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. രണ്ട് ത്രികോണങ്ങളും തുല്യായിരിക്കും. ശരിക്കും മനസ്സിലാക്കിയിട്ട് പഠിക്കുക. രണ്ട് ത്രികോണങ്ങളും തുല്യായിരിക്കും. ത്രികോണങ്ങൾ തുല്യം, ട്രയാങ്കിൾസ് ഈക്വൽ ആന്ന് പറഞ്ഞാല് നമുക്ക് എന്ത് പറയാൻ പറ്റും? ആംഗിൾ ഓപ്പോസിറ്റ് ടു ദം ആർ ഓൾസോ ഈക്വൽ. അപ്പൊ ഈ 72 ഓപ്പോസിറ്റ് സൈഡ് ഏത്? PE. 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 72 ഓപ്പോസിറ്റ് PE. ഇതിലത്തെ 72 ഓപ്പോസിറ്റ് ആര്? BQ. അതേമാതിരി നോക്ക്, ഇവിടെ ഈ 72 ഓപ്പോസിറ്റ് ആര്? PA. അപ്പോ നിങ്ങൾക്ക് എന്ത് കിട്ടും? ഇവിടെ 72, ഈ 72 ഓപ്പോസിറ്റ് ആര്? CQ അല്ലെങ്കിൽ QC. പിന്നെ നിങ്ങൾക്ക് എന്ത് നേരത്തെ കിട്ടീനി? AE എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ എഴുതി വെച്ചിട്ടുണ്ട്. AE ഈക്വൽ ടു BC. കാരണം പെന്റഗണിന്റെ സൈഡ് ഈക്വൽ ആന്ന് തന്നിനി. അപ്പൊ നിങ്ങൾക്ക് എന്ത് പറയാം? ഈ ത്രികോണത്തിന്റെ 3 വശങ്ങള് ഈ പുറത്തെ വലത്തെ ത്രികോണത്തിന്റെ റൈറ്റ് സൈഡിലുള്ള ട്രയാങ്കിളിന്റെ 3 സൈഡ്സിന് ഈക്വൽ ആണ് എന്ന് പറയാം. ഓക്കെ, ഈക്വൽ. അതാണ് അതിലത്തെ പ്രോബ്ലം. ഓക്കെ, അപ്പൊ ഒന്നാം ഭാഗം അതവിടെ കഴിഞ്ഞു. ഓർമ്മിക്കണേ, ഈ സൈഡും ഈക്വൽ നമുക്ക് തന്നു. ഇത് 72 എങ്ങനെ കിട്ടിയെന്ന് നോക്കിയാൽ പ്രശ്നം തീർന്നു. ഓക്കെ, 108 കിട്ടിയോണ്ട്. ഓക്കെ, ഇനി എന്താണ്? ഇവിടുന്ന് ഇവിടത്തേക്കുള്ള നീളവും ഇവിടുന്ന് ഇവിടത്തേക്കുള്ള നീളവും തുല്യാണോ എന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ ഇത് രണ്ടും തുല്യാണ്. ദാ ഈ സൈഡും തുല്യാന്ന് കിട്ടിയിട്ടുണ്ട്. ഇവിടുന്ന് ഇവിടത്തേക്ക് തുല്യം, ഇവിടുന്ന് ഇവിടത്തേക്ക് തുല്യം. ഇവിടുന്ന് ഇവിടത്തേക്കും ഈക്വൽ അല്ലേ? പെന്റഗണിന്റെ സൈഡ് ഈക്വൽ അല്ലേ? അപ്പൊ നമുക്ക് എന്തെഴുതി പറയാൻ പറ്റും? ഏതെല്ലാം? പിയും. നോക്കൂ കുട്ടികളെ, നോക്കൂ. ദാ നോക്കിയാൽ PE എന്ന് പറയുന്നത് ആർക്ക് തുല്യം? PE ആർക്ക് തുല്യം? QCക്ക് തുല്യം. PE QCക്ക് തുല്യം. ED ആർക്ക് തുല്യം? നോക്ക്, ED ആർക്ക് തുല്യം? CD. ഓക്കെ, CDക്ക് തുല്യം. ഇത് രണ്ടും കൂട്ടി നോക്കിയാൽ PEയും EDയും കൂട്ടിയാല് ആർക്ക് തുല്യം? QCയും CDയും കൂടുന്നതിന് തുല്യല്ലേ? എന്തുകൊണ്ട്? ഇതും കൂട്ടുമ്പം അതിന് തുല്യാണ് ഇത് രണ്ടും. കാരണം ഇവ തമ്മിൽ ഈക്വൽ ആണ്. PEയും EDയും കൂട്ടി എന്ത് കിട്ടും നോക്കിയാൽ ഇവിടത്തേക്കുള്ള നീളവും കൂട്ടിയാൽ ഇവിടുന്ന് ഇവിടത്തേക്ക്. അതിന് നമുക്ക് എങ്ങനെ എഴുതാം? PD. അതുമാതിരി QCയും CDയും കൂട്ടിയാൽ ആര് കിട്ടും? നമുക്ക് QD. ഓക്കെ, QD എന്ന് കിട്ടും. അപ്പൊ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഈ നീളവും അതായത് ക്വസ്റ്റ്യനിൽ പറഞ്ഞ മാതിരി വലിയ ത്രികോണത്തിന്റെ ഇടതും വലതും വശത്തുള്ള സൈഡുകള് ഈക്വലാണ്, തുല്യമാണ് എന്ന് നമുക്ക് ഇവിടെ എഴുതി ചേർത്താൽ മതി. ഇപ്പൊ എന്താണ് പറഞ്ഞത്? ലെഫ്റ്റ് ആൻഡ് റൈറ്റ് സൈഡ് ഓഫ് ലാർജ് ട്രയാങ്കിൾ ഈസ് ഈക്വൽ. ഓക്കെ, അപ്പൊ നമുക്ക് ഈസി ആയിട്ട് അത് ഇവിടെ ഈ തരത്തില് പ്രൂവ് ചെയ്യാൻ പറ്റും. ഐഡിയ മനസ്സിലായല്ലോ? ഒരു എക്സാമ്പിൾ എടുത്തിട്ട് ഞാൻ പറയുകയാണെങ്കിൽ നോക്കൂ കുട്ടികളെ, ഇത് 3 ആണെങ്കിൽ ഇത് 3, ഇത് 5 ആണെങ്കിൽ ഇത് എത്ര? 5. അപ്പൊ 3 5 8. 3 5 8. കറക്റ്റ് അല്ലേ? ആ ഐഡിയ ആണ് നമ്മൾ ഇവിടെ ഉപയോഗിച്ചത്. ഓക്കെ, അതിന് പകരം 3 5 എഴുതുന്നതിന് പകരം നമ്മൾ ഈക്വൽ പാർട്ട് എഴുതിയിട്ട് കൂട്ടി. ഓക്കെ, ശരി. തേർഡ് ക്വസ്റ്റ്യൻ അവിടെ വിശദമായിട്ട് നിങ്ങൾക്ക് അവിടെ കാണാൻ കഴിയും. അതിനെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാണ്. അതായത് അവിടെ പറഞ്ഞിട്ടുള്ളത് 2 ത്രികോണങ്ങളുണ്ട്. ആ 2 ത്രികോണങ്ങളില് ഇതിന്റെ എല്ലാ വശങ്ങളും അതിന്റെ വശങ്ങൾക്ക് ഈക്വൽ ആണ്. അതായത് ചുരുക്കി പറഞ്ഞാൽ 2 ത്രികോണം തുല്യ ത്രികോണങ്ങളാണ്. ഓക്കെ, ഇതിന്റെ വശങ്ങളുടെ നീളം തുല്യമാണ്. രണ്ടാമത്തതിന്റെ
വശങ്ങളുടെ നീളങ്ങൾ വരിക. ഓക്കെ, എന്നിട്ട് പറഞ്ഞ എന്താന്ന് വിചാരിച്ചാല് ഇതിലത്തെ ഒരു ഈക്വൽ സൈഡിൽ നിന്ന് ഇവിടത്തേക്ക് ഒരു ഹൈറ്റ് നമ്മൾ വരക്കുകയാണെങ്കിൽ, ലംബം പെർപെൻഡിക്കുലർ ആയിട്ട് വരക്കുകയാണെങ്കിൽ, ഇവിടുന്നും അതേപോലെ വരക്കുകയാണെങ്കിൽ അതിന് രണ്ടിനും ഒരേ നീളമാണോ? അതായത് ഞാൻ ഇംഗ്ലീഷിൽ പറഞ്ഞുതരാം. അതായത് ഇവിടെ നിന്ന് ഇവിടത്തേക്ക് ഒരു ഉയരം എതിർ പോയിന്റിലേക്ക് കേട്ടോ. അതേപോലെ ഈ സൈഡ്, അതായത് എ ബി എന്ന് പറയുന്ന സൈഡ് പി ക്യൂവിന് തുല്യമാണെങ്കിൽ എ ബിയിൽ നിന്ന് വരക്കുന്ന ഓൾട്ടിറ്റ്യൂഡ് പി ക്യൂവിൽ നിന്ന് വരക്കുന്ന ഓൾട്ടിറ്റ്യൂഡിന് തുല്യമാണോ? ഇത് രണ്ടും ഈക്വൽ ആണോ എന്നുള്ളതാണ് ഒരു ചോദ്യം. എന്തുകൊണ്ട് എന്നുള്ളതാണ്. നോക്കൂ, ഇത് രണ്ട് ത്രികോണങ്ങളുടെ സൈഡ്സ് ഈക്വൽ. അതായത് ഞാൻ ഇനി ഇംഗ്ലീഷിലാണ് പറയുന്നതെങ്കിൽ നമുക്ക് വി ഹാവ് ഗിവൺ ടു ട്രയാങ്കിൾസ്, ഈക്വൽ ട്രയാങ്കിൾ, സൈഡ്സ് ഓഫ് ടു ട്രയാങ്കിൾസ് ആർ ഈക്വൽ എന്ന് പറഞ്ഞിന്. രണ്ടാമത് എന്ത് പറഞ്ഞേ? എ പെർപെൻഡിക്കുലർ ഡ്രോൺ ഫ്രം എൻ ഈക്വൽ സൈഡ് ടു ദി ഓപ്പോസിറ്റ് വെർട്ടെക്സ് ഈസ് ഇറ്റ് ഈക്വൽ ടു perpendicular drawn from equal sides from the second triangle to its opposite vertex. ഇതാണ് ക്വസ്റ്റ്യൻ പറഞ്ഞത്. ഇത് രണ്ട് ഈക്വൽ ആണെന്ന് നമ്മൾ പ്രൂവ് ചെയ്യണം. ഓക്കെ, ഇവിടുന്ന് ഇവിടത്തേക്ക് വരയ്ക്കുന്ന ആൾട്ടിറ്റ്യൂഡ് ലംബം ഇവിടുന്ന് ഇവിടത്തേക്ക് വരയ്ക്കുന്ന ആൾട്ടിറ്റ്യൂഡ് അല്ലെ ഹൈറ്റിന് ഈക്വൽ ആണോ എന്ന് നമ്മൾ പ്രൂവ് ചെയ്യണം. അത് നമുക്ക് എങ്ങനെ കഴിയും? നോക്കൂ കുട്ടികളെ, ഈക്വൽ ട്രയാങ്കിൾ ആയതുകൊണ്ട് നമുക്ക് എന്തെഴുതാം? ഈ എ ബി ഈക്വൽ ടു പി ക്യൂ എന്ന് എഴുതുന്നത് പോലെ എ സി ഈക്വൽ ടു നമുക്ക് എന്തെഴുതാം? ഇവിടെ പി ആർ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സൈഡ് ഈക്വൽ ആയിരിക്കും. ഇതിന് തുല്യമായിട്ട് അപ്പുറം ഒരു സൈഡ് ഉണ്ടാവും. അപ്പൊ തൽക്കാലം ഞാൻ ഇതിന് ഇതായിട്ട് എഴുതി, ഈ വലിയ സൈഡിന് ഈക്വൽ ആയിട്ട് ഇപ്പുറത്തെ വലിയ സൈഡ് എഴുതി. മൂന്നാമത്തെ സൈഡ് സി ബി അല്ലെങ്കിൽ ബി സി ഈക്വൽ ടു എന്ത് കിട്ടും? ആർ ക്യൂ എന്ന് നമുക്ക് എഴുതാം. കാരണം എന്താ? ഇതിന്റെ ഒരു ട്രയാങ്കിളിന്റെ സൈഡ്സ് എല്ലാം മറ്റൊരു ട്രയാങ്കിളിന്റെ സൈഡ്സിന് ഈക്വൽ ആണെന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്, ചോദ്യത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഇതിന്റെ വശങ്ങളെല്ലാം മറ്റൊരു വശത്തിന് തുല്യമാണെന്ന്. അപ്പൊ നമുക്ക് ഇത് ഇങ്ങനെ നമുക്ക് എഴുതാൻ പറ്റും. ഇനി നമ്മൾ അറിയേണ്ടത് ഈ ത്രികോണത്തിന്റെയാണ് സൈഡുകൾ ഈക്വല്. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മൾ തുല്യം തെളിയിക്കേണ്ടത്. പ്രിയപ്പെട്ട കുട്ടികളെ, നിങ്ങൾ അറിയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഒരു സൈഡ്, ഒരു വര, ഒരു ലൈൻ ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്യാൻ ആ ലൈൻ വരുന്ന, ആ വര വരുന്ന ട്രയാങ്കിൾസ് ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്താൽ മതി. ആ ലൈൻ വരുന്ന ട്രയാങ്കിൾസ് ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്താൽ മതി. നോക്ക്, ഈ ലൈൻ വരുന്ന ട്രയാങ്കിൾസ് ഇവിടെ ഒരു പേര് ഞാൻ കൊടുക്കാം. ഇവിടെ ഞാൻ എ ബി സി ഡി എന്ന് പേര് കൊടുക്കാം. ഇവിടെ പി ക്യു, ഇവിടെ എസ് എന്ന് പേര് കൊടുക്കാം. അപ്പൊ നമുക്ക് തെളിയിക്കേണ്ടത് എന്താ? ശ്രദ്ധിക്കണം, സി ഡി ഈക്വൽ ടു ആർ എസ് എന്നാണ് ടു പ്രൂവ് തെളിയിക്കേണ്ടത്. വി ഹാവ് ടു പ്രൂവ്, തെളിയിക്കേണ്ടത്. ഇങ്ങനെയാണ് തെളിയിക്കേണ്ടത്. എന്തുകൊണ്ട്? ഇതാണ് നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യം. അപ്പൊ അതിൽ നമുക്ക് എന്ത് ധൈര്യത്തിൽ എഴുതാം? അതിൽ നമുക്കൊരു സൈഡ് ഇവിടെ ഈക്വൽ ആണെന്ന് കിട്ടിയിട്ടുണ്ട്. നോക്ക്, എ സി എന്ന് പറയുന്ന സൈഡ് ആർക്ക് തുല്യം തന്നിട്ടുണ്ട്? പി ആർ. കാരണം ഒരു സൈഡ് അപ്പുറം ഈക്വൽ ആയിട്ടുള്ള സൈഡ് ഉണ്ട് തന്നിട്ടുണ്ട്. ഓക്കെ, ശരി. ഇനി രണ്ടാമത്തെ കാര്യം നിങ്ങൾ നോക്കൂ. അപ്പൊ ഈ ആംഗിളും ഈക്വൽ ആയിരിക്കുമല്ലോ. കാരണം എന്താ? ഈക്വൽ ട്രയാങ്കിൾ ആണെങ്കിൽ, തുല്യ ത്രികോണാണെങ്കിൽ തുല്യമായിട്ട് വരുന്ന ആംഗിളുകളും തുല്യമായിരിക്കും. ഇത് ഇങ്ങനെ കണ്ടീഷൻ എഴുതിയാല് സി ബിയും, നോക്കൂ, സി ബിയും ആർ ക്യൂവും തുല്യം എന്ന് നമ്മൾ എഴുതി വെച്ചാല് സി ബിക്ക് ഓപ്പോസിറ്റ് വരുന്ന ആംഗിൾ ആയിരിക്കും ആർ ക്യൂവിനും ഓപ്പോസിറ്റ് വരുന്ന ആംഗിള്. അതുകൊണ്ട് നമുക്ക് എഴുതാം ആംഗിൾ എ ഈക്വൽ ടു ആരെഴുതാം? ആംഗിൾ പി എന്ന് എഴുതാം. ഓക്കെ, ഈക്വൽ ട്രയാങ്കിൾ ആയതുകൊണ്ടാണ്, തുല്യ ത്രികോണമായതുകൊണ്ടാണ് ഈ രണ്ട് കണ്ടീഷനും നമ്മൾ എഴുതി ചേർത്തത്. ഓക്കെ, ഇനി നമുക്ക് അറിയേണ്ടത് ഈ സൈഡ് ഇപ്പൊ നമുക്ക് എത്രയാന്ന് കൃത്യമായിട്ട് അറിയില്ല, ഈ സൈഡ് എത്രയാന്ന് കൃത്യമായിട്ട് നമുക്ക് അറിയില്ല. പക്ഷേ ഇത് വരച്ചത് എന്താ? ഹൈറ്റ് ആണ്. ഹൈറ്റ് വരക്കുക എന്ന് പറഞ്ഞാൽ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ആണ്. അപ്പോ ഇത് 90 ഡിഗ്രിയാണ് ഉണ്ടാക്കുക, 90 ഡിഗ്രിയാണ് ഉണ്ടാക്കുക. അപ്പൊ ഇത് എത്ര ഡിഗ്രി ഉണ്ടാക്കും? 90 ഡിഗ്രി ഉണ്ടാക്കും. ഇനി എന്റെ കുട്ടികൾ പറയേണ്ട കാര്യം, ഈ ചെറിയ ട്രയാങ്കിളില് ഇത് 90 ഡിഗ്രി, ഈ ആംഗിളും ഈക്വല് എങ്കിൽ ഈ ആംഗിളും നോക്ക്, ഈ കോണും ഈക്വൽ ആയിരിക്കുമോ? ഈക്വൽ ആയിരിക്കില്ലേ? എന്തുകൊണ്ടാണ്? ഇത് രണ്ടും 90 ആണ്, ഇതും തുല്യാണ്.
അപ്പൊ 3ഉം കൂട്ടിയാൽ 150 കിട്ടണ്ടേ, 180 കിട്ടൂലേ? അപ്പൊ ഇതും 180 കിട്ടും. അപ്പൊ ഇത് രണ്ടും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. മനസ്സിലായോ? ഓക്കെ. ട്രയാങ്കിളിലെ രണ്ട് ആംഗിൾ ഞാനൊരു എക്സാമ്പിൾ പറയാം. ഇതിപ്പോ 80 ഡിഗ്രി ആണെന്ന് വിചാരിച്ചോ, ഇത് 80 ഡിഗ്രി. അപ്പൊ ഇത് എത്രയായിരിക്കും? 80, 80. അപ്പൊ 90 80 എത്രയായി? 170. അപ്പൊ ഇത് എത്രയാവും? 10. 90 80 170. അപ്പൊ ഇത് എത്രയാവും? 10. ഈ രണ്ടാംഗിളും ഈക്വൽ ആവൂലേ? ഇനി 80ന് പകരം 60 ആയാലും 90 60 150. അപ്പൊ ഇത് 30 വരും. 90 60 150. അപ്പൊ 30 വരും. അപ്പൊ എന്തായാലും ഈ രണ്ട് ട്രയാങ്കിളും ഈക്വൽ ആണെങ്കിൽ ഒരു റൈറ്റ് ട്രയാങ്കിളിൽ, ഒരു മട്ട ത്രികോണത്തില് മൂന്നാമത്തെ കോണുകൾ എങ്ങനെയായിരിക്കും? തുല്യം. അപ്പൊ നമുക്ക് എഴുതാൻ പറ്റും ഈ ആംഗിളിന്റെ പേരെന്താണ്? ആംഗിൾ. ഈ ആംഗിളിന്റെ പേര് ആംഗിൾ ACD. ഞാൻ 10 ഞാൻ വെറുതെ എഴുതിയല്ലേ നേരത്തെ. ആംഗിൾ ACD ഈക്വൽ ടു ആരെന്ന് എഴുതാം? ആംഗിൾ PRS. ആംഗിൾ PRS. ഓക്കെ. ഇവിടെ മാർക്ക് ചെയ്തുകൊണ്ട് കുട്ടികൾക്ക് വേണമെങ്കിൽ ആംഗിൾ C എന്ന് എഴുതിയാലും വലിയ കുഴപ്പമില്ല. ഇവിടെ മാർക്ക് ചെയ്ത് വെക്കണേ. മാർക്ക് ചെയ്ത് വെച്ചിട്ടെങ്കിൽ ആംഗിൾ C തെറ്റ് വരും, ഫുൾ എന്ന് വിചാരിക്കും. മാർക്ക് ചെയ്ത് വെച്ചാൽ, അടയാളപ്പെടുത്തി വെച്ചാല് ഇവിടെ ഇങ്ങനെ എഴുതുന്നതിന് പകരം ആംഗിൾ C ഈക്വൽ ടു ആംഗിൾ R എന്ന് എഴുതിയാൽ മതി. ബ്രാക്കറ്റില് മാർക്ക്ഡ് എന്ന് എഴുതിയാൽ മതി. മാർക്ക്ഡ് എന്ന് പറഞ്ഞ അർത്ഥം മാർക്ക് ചെയ്തിട്ടുണ്ട്, മാർക്ക് ചെയ്തത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. കാര്യങ്ങൾ ആളുകൾക്ക് മനസ്സിലാവണമെന്ന് മാത്രമേ ഉള്ളൂ. ഇങ്ങനെ എഴുതിയാലും മതി. ഇങ്ങനെ 3 എണ്ണത്തിൽ എഴുതാൻ പ്രയാസമുള്ള കുട്ടികൾ ഉണ്ടെങ്കിൽ അടയാളം മാർക്ക് ചെയ്യാനർത്ഥം അടയാളപ്പെടുത്തിയത്. കോൺ C സമം കോൺ R ബ്രാക്കറ്റില് അടയാളപ്പെടുത്തിയത് എന്ന് എഴുതി വെച്ചാൽ മതി. അപ്പൊ എന്തായി? ഒരു സൈഡും നോക്കൂ കുട്ടികളെ, ഒരു വശം കിട്ടി. ആ സൈഡിലത്തെ രണ്ട് ആംഗിളുകളും തുല്യം കിട്ടി. നോക്ക, ഇതാ മനസ്സിലായില്ലേ? ഇതാ നോക്കിയേ, ഒരു സൈഡ്, അതിന്റെ സൈഡിലത്തെ രണ്ട് ആംഗിള്. ഈ സൈഡ് ഈ ആംഗിളും ഈ ആംഗിളും, ഈ സൈഡ് ഈ ആംഗിളും ഈ ആംഗിളിനും തുല്യം. അപ്പൊ രണ്ട് ത്രികോണങ്ങളും എങ്ങനെയായി? തുല്യായി. അപ്പൊ നമുക്ക് എന്തെഴുതാം? ട്രയാങ്കിൾ. ഈ ട്രയാങ്കിളിന്റെ പേര് ADC എന്ന് എഴുതിയാല് അപ്പുറം എന്തെഴുതുക? ട്രയാങ്കിൾ PSR. നോക്കിയാൽ ADC PSR-ന് രണ്ട് ട്രയാങ്കിൾ തുല്യമായാൽ നമുക്ക് എന്തെഴുതാം? ഈക്വൽ ആംഗിളിന് ഓപ്പോസിറ്റ് വരുന്ന ആംഗിളുകൾ ഈക്വൽ. അപ്പൊ ഇതിന് ഓപ്പോസിറ്റ് ചെറിയ ത്രികോണത്തിന് വരുന്നതിൽ ഏതാണ് വരിക? ഇത്. അപ്പൊ എന്തെഴുതാം? CD ഈക്വൽ ടു അല്ലെങ്കിൽ DC CD ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടും? RS. നോക്ക്, CD RS കറക്റ്റ് ആയിട്ട് വരും. അപ്പൊ CD ഈക്വൽ ടു RS. അപ്പൊ എന്താ എഴുതാ? ഹൈറ്റ്സ് ആർ ഈക്വൽ. ഹൈറ്റ്സ് ആർ ഈക്വൽ. ഓക്കെ, ഹൈറ്റ്സ് ആർ ഈക്വൽ. അതിന്റെ റീസൺ എന്താണ്? ഉയരങ്ങൾ, മലയാളത്തില് ഉയരങ്ങൾ തുല്യമാണ്. ഉയരങ്ങൾ തുല്യമാണ്. എന്താണ് കാരണം? ത്രികോണം ഇന്ന് രണ്ടും നമ്മൾ ഇവിടെ കാരണം എഴുതിയിട്ടുണ്ട്. ഈ കാരണം വേണമെങ്കിൽ നിങ്ങൾക്ക് ഇവിടെയും എഴുതി ചേർക്കാം. ട്രയാങ്കിൾ ADC ഈക്വൽ ടു ട്രയാങ്കിൾ PSR. അതുകൊണ്ട് ഹൈറ്റ്സ് ഈക്വൽ ആണ്. ഇത് രണ്ടും തുല്യാണ്. അപ്പൊ അത് കിട്ടി. ഓക്കെ, അതിന്റെ റീസൺ നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഓക്കെ, അപ്പൊ ഇനി പറയുന്നത് എന്താ? ഇതിന്റെ ഏരിയയും ഈക്വൽ ആണ്. ഇതിന്റെ പരപ്പളവും തുല്യമാണോന്നാണ്. നോക്കൂ കുട്ടികളെ, ഇതിന്റെ പരപ്പളവ് ഏരിയ എന്താ വരിക? ഹാഫ് ഇൻറ്റു ഈ ഒന്നാമത്തതിന്റെ ഏരിയ പരപ്പളവ് എന്താണ് വരിക? ഒന്നാമത്തതിന്റെ ഏരിയ പരപ്പളവ് വരിക ഹാഫ് ഇൻറ്റു, നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, ബേസ് ഇൻറ്റു ആൾട്ടിറ്റ്യൂഡ് അല്ലെ ബേസ് ഇൻറ്റു ഹൈറ്റ്. നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. മലയാളത്തിൽ പറഞ്ഞാല് അര ഇൻറ്റു പാദം ഇൻറ്റു ഉയരം. നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അര ഇൻറ്റു പാദം ഇൻറ്റു ഉയരം. അപ്പൊ ഇവിടെ എന്താ വരിക? അര ഇൻറ്റു AB ഇൻറ്റു വലിയ ത്രികോണത്തിന്റെയാണ് കേട്ടോ, വലിയ ട്രയാങ്കിളിന്റെയാണ്. AB ഇൻറ്റു CD. ഇതിന്റെ ഏരിയ വന്നു. രണ്ടാമത്തതിന്റെ ഏരിയ എന്താ വരിക? ഇത് ഒന്നാമത്തതിന്റെ ഏരിയ. ഇതിനെ ഒന്നാമത് വിളിക്കാം, ഇതിനെ രണ്ടാമത് വിളിക്കാം. അപ്പൊ രണ്ടിന്റെ ഏരിയ എന്താ വരിക? ഏരിയ മീൻസ് പരപ്പളവ് എന്ന് എഴുതണേ മലയാളം കുട്ടികള്. പരപ്പളവ് എന്ന് എഴുതണം. ഒന്നാമത്തെ പരപ്പളവ്, രണ്ടാമത്തെ പരപ്പളവ്. എന്താണ് രണ്ടാമത്തെ പരപ്പളവ് വരിക? ഹാഫ് ഇൻറ്റു PQ ഇൻറ്റു, നോക്ക് അതിന്റെ ബേസ് PQ അല്ലേ, ഇൻറ്റു RS.
ഇത് രണ്ടും ഈക്വൽ ആണോ എന്നാ ചോദിച്ചിന്. നോക്കിയാൽ എ ബി എന്ന് പറയുന്നത് പി ക്യൂവിന് തുല്യല്ലേ? എ ബി എന്ന് പറയുന്നത് പി ക്യൂവിന് തുല്യാണ്. നോക്കിയതാ, എ ബി എന്ന് പറയുന്നത് പി ക്യൂവിന് തുല്യം. ഈ നീളം തുല്യം. സി ഡി എന്ന് പറയുന്നത് ആർ എസിന് തുല്യം കിട്ടിയില്ലേ? സി ഡിയും ആർ എസും തുല്യം. അപ്പൊ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഇതിന്റെ കാരണം ഈക്വൽ. നമുക്ക് കാരണം ഏരിയ എങ്ങനെ എഴുതാം? 1 and 2 ആർ ഈക്വൽ. അതായത് 1,2. മലയാളം കുട്ടികളെ, ഇവിടെ 1, 2 ഇത് കൊടുത്താലാണ് 1,2 പരപ്പളവുകൾ തുല്യം. 1, 2 പരപ്പളവുകൾ തുല്യം. എന്താണ് കാരണം? കാരണം എന്താണ്? എ ബി ഈക്വൽ ടു പി ക്യു ആണ്. കൂടാതെ സി ഡി ഈക്വൽ ടു ആർ എസ് ആണ്. അതിന്റെ കാരണം ബ്രാക്കറ്റില് എ ബി എന്ന് പറയുന്നത് പി ക്യു ആണ്, സി ഡി എന്ന് പറയുന്നത് ആർ എസ് ആണ്. അപ്പൊ ഇത് എത്രയാണോ ഹാഫിനെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്നത്, ആ വില തന്നെ നമുക്ക് ഇവിടെയും കിട്ടും. ഓക്കെ, അതാണ് അതിന്റെ കാര്യം. നോക്കൂ കുട്ടികളെ, എ ബി 10 വിചാരിക്കുക, അപ്പൊ പി ക്യു എത്രയായിരിക്കും? 10. സി ഡി 6 വിചാരിക്കുക, ആർ എസ് എത്രയായിരിക്കും? 6. അപ്പൊ ഇതിന്റെ ഉത്തരം എത്ര കിട്ടും? ഹാഫ് ഇൻറ്റു 10 ഇൻറ്റു 6. 10 60 പകുതി 30 കിട്ടും. ഇൻറ്റു ഹാഫ് ഇൻറ്റു 10 ഇൻറ്റു 6, അതും നമുക്ക് എത്ര കിട്ടും? 30 കിട്ടും. ഓക്കെ, അത് നിങ്ങൾക്ക് മനസ്സിലാവാൻ ഞാനൊരു വില എടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. ഇത്രയും കാര്യങ്ങളാണ് ഈ പ്രോബ്ലത്തിലുള്ളത്. ഈ 3 പ്രോബ്ലങ്ങളും തെളിയിച്ചിട്ടുള്ളത് ഏത് വെച്ചിട്ടാണ്? ഒരു സൈഡും ആ സൈഡിന് എൻഡില് വരുന്ന, അറ്റത്ത് വരുന്ന 2 ആംഗിൾസും ഈക്വൽ ആയാല് 2 ട്രയാങ്കിൾസ് ഈക്വൽ ആയിരിക്കും. 2 ട്രയാങ്കിൾസിന്റെ ഓരോ സൈഡ്സ് ഈക്വൽ, മോർ ഓവർ അതിന്റെ ആംഗിൾസ് അറ്റ് ദ എൻഡ്, ഈ വശത്തിന്റെ, ഈ വരയുടെ അറ്റത്തുള്ള കോണുകള് തുല്യമായാല് ആ 2 ട്രയാങ്കിൾസ് ഈക്വൽ, 2 ത്രികോണങ്ങൾ തുല്യം എന്ന ഐഡിയ ഉപയോഗിച്ചിട്ടാണ് ഈ 2 കണക്കുകൾ ചെയ്തത്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മടി കാണിക്കരുത്. കുറച്ച് ആലോചിച്ച് ചെയ്യാനുണ്ട്. ഒരിക്കൽ മനസ്സിലായിട്ടില്ലെങ്കിൽ വീണ്ടും ഒന്നും കൂടി നോക്കി മനസ്സിലാക്കുക. പുതിയ ചോദ്യങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. ബൈ.